എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനൊരു യാത്രയിലാണ്, അതുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിൽ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അടുത്തൊരു 10 ദിവസം നിങ്ങൾ ഈ ഒരു വാഹനത്തിൽ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്ന എന്നെ തന്നെയായിരിക്കും കാണുക. UAE, ഒമാൻ, സൗദി അറേബ്യ എന്നീ 3 ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേക്കൻസികളുണ്ട്, ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും വേക്കൻസി ഉണ്ട്, ഫുഡും റൂമുമുള്ള വേക്കൻസികളുണ്ട്. അങ്ങനെ ഒരുപാടധികം ജോലി ഒഴിവുകളുണ്ട്. ക്ലയന്റ് ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂ ഇല്ലാത്ത വേക്കൻസികളുണ്ട്. എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്, ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും ജോലിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ CV അയച്ചു തരിക. CV അയച്ചു തരുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ CV അയച്ചു തരുന്നതെന്ന് മെൻഷൻ ചെയ്യാൻ മറന്നു പോരുത്. നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി UAEയിലേക്കാണ്, ദുബായിലേക്ക് A ഗ്രേഡ് ഇലക്ട്രീഷ്യൻ, B ഗ്രേഡ് ഇലക്ട്രീഷ്യൻ, C ഗ്രേഡ് ഇലക്ട്രീഷ്യൻ കൂടാതെ ഫോർമാൻ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. A ഗ്രേഡ് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് 1700 മുതൽ 2000 UAE ദർഹമായിരിക്കും സാലറി ഉണ്ടാവുക. MEP അതേപോലെ ലൈറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ഈ രണ്ട് മേഖലയിൽ ഏതെങ്കിലും മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. B ഗ്രേഡ് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് 1400 മുതൽ 1600 UAE ദർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക. ഇലക്ട്രിക്കൽ വർക്കിംഗിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. C ഗ്രേഡ് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് 1300 UAE ദർഹമായിരിക്കും സാലറി ഉണ്ടാവുക. ബേസിക് ഇലക്ട്രിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി, നാട്ടിലെ 2 വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. മറ്റുള്ള വേക്കൻസികളിലേക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് സാലറി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക, പൊസിഷൻ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. MEP ഫോർമാൻ പോസ്റ്റിലേക്ക് 2000 UAE ദർഹമായിരിക്കും സാലറി ഉണ്ടാവുക. 40 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 10 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക, വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും. അതായത് ആഴ്ചയിൽ 6 ദിവസമായിരിക്കും വർക്ക് ഉണ്ടാവുക, വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും. ഓവർ ടൈം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് UAE ലേബർ ലോ പ്രകാരം. അതായത് 2 മണിക്കൂർ നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം. അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാവുകയില്ല. അപ്പോൾ 40 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുന്നത്. നെക്സ്റ്റ് വീക്കാണ് ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള, ഈ ഒരു ജോലികളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ CV അയച്ചു തരാനും മറന്നുപോരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും UAEയിലേക്ക് തന്നെയാണ്. UAEയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഫീമെയിൽ സെയിൽസ് അസിസ്റ്റന്റ്, സ്റ്റോക്ക് കൺട്രോളർ, വെയർഹൌസ് ഹെൽപ്പർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. ഫീമെയിൽ സെയിൽസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നമ്മുടെ നാട്ടിൽ ഒരു സൂപ്പർ മാർക്കറ്റിലോ മറ്റു ഷോപ്പുകളിൽ നിന്നിട്ട് 2 വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉള്ള ഫീമെയിൽസിനെയാണ് പരിഗണിക്കുന്നത്. 1500 UAE ദർഹം വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. 2 നേരത്തെ ഭക്ഷണം കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ 8 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി, അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കും. 35 വയസ്സ് വരെയാണ് പ്രായപരിധി. സ്റ്റോക്ക് കൺട്രോളർ പോസ്റ്റിലേക്കാണെങ്കിൽ പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 2300 UAE ദർഹം വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മേഖലയിൽ ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇവിടെയും 2 നേരത്തെ ഭക്ഷണം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8 മണിക്കൂർ ഡ്യൂട്ടി, അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 35 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെയാണ്, സെയിം ഫീൽഡ് GCC എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. അടുത്ത വേക്കൻസി വെയർഹൌസ് ഹെൽപ്പർ പോസ്റ്റിലേക്കാണ്. 1075 UAE ദർഹമാണ് ഇവിടെ സാലറി വരുന്നത്. ഇവിടെയും 2 നേരത്തെ ഭക്ഷണം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 35 വയസ്സ് വരെയാണ് പ്രായപരിധി. ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 35 വയസ്സിന് താഴെ പ്രായമുള്ള 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ മാത്രമേ എല്ലാ വേക്കൻസികളിലേക്കും പരിഗണിക്കുകയുള്ളൂ. ഉടൻ തന്നെ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത്. ഇതിന്റെ ഇന്റർവ്യൂ നമുക്ക് ഉടൻ തന്നെ നടക്കുന്നതാണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ 9539128062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ CV അയച്ചു തരാനും മറന്നുപോകരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരുപാടധികം ജോലി ഒഴിവുകളുണ്ട്. നെഹ്ലാവാദി ഗ്രൂപ്പിലേക്കാണ് ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത്. ക്ലയന്റ് ഇന്റർവ്യൂ ഈ വരുന്ന 13-ാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ഫുഡും അക്കോമഡേഷൻ കാര്യങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്, എത്രയൊക്കെയാണ് സാലറി എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഹൈപ്പർ മാർക്കറ്റ് കാഷ്യർ, സെയിൽസ്മാൻ, ബയ്യർ, സൂപ്പർ മാർക്കറ്റ് ഇൻചാർജ്, വെയിറ്റർ, അതേപോലെ സാൻഡ്വിച്ച് മേക്കർ, ജ്യൂസ് മേക്കർ, കുക്ക് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. കുക്ക് പോസ്റ്റിലേക്കാണെങ്കിൽ 2000 മുതൽ 2200 UAE ദർഹമായിരിക്കും സാലറി ഉണ്ടാവുക. GCC എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ജ്യൂസ് മേക്കർ പോസ്റ്റിലേക്ക് 1800 മുതൽ 2000 സൗദി റിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക.
GCC എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ 3 മുതൽ 4 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. GCC എക്സ്പീരിയൻസ് ആണെങ്കിൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. സാൻഡ്വിച്ച് മേക്കർ പോസ്റ്റിലേക്കാണെങ്കിലും അതേപോലെ വെയിറ്റർ പോസ്റ്റിലേക്കാണെങ്കിലും ക്യാപ്റ്റൻ പോസ്റ്റിലേക്കാണെങ്കിലും 1600 മുതൽ 2000 സൗദി റിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ് ഇൻചാർജ് പോസ്റ്റിലേക്ക് 2800 മുതൽ 3500 സൗദി റിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക. GCC എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ബയ്യർ പോസ്റ്റിലേക്ക് 1700 സൗദി റിയാൽ മുതൽ 2000 സൗദി റിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക. സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് 1400 സൗദി റിയാൽ മുതൽ 1800 സൗദി റിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 1400 ആ റേഞ്ചിലായിരിക്കും സാലറി. ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ 1800 സൗദി റിയാൽ വരെ സാലറി ഉണ്ടായിരിക്കും. ഫുഡും റൂമും അവൈലബിൾ ആണ്. ഹൈപ്പർ മാർക്കറ്റ് ക്യാഷ്യർ പോസ്റ്റിലേക്കും ഈ ഒരു മേഖലയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള, അതായത് നാട്ടിലെ എക്സ്പീരിയൻസും ഗൾഫ് എക്സ്പീരിയൻസും പരിഗണിക്കുന്നുണ്ട്. ഇവിടെയും 1800 സൗദി റിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക. ഈ ഒരു ഇന്റർവ്യൂ നമുക്ക് ഈ വരുന്ന 13-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. ഈ ഒരു സാലറിക്ക് പുറമെ മറ്റു ബെനിഫിറ്റുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇന്റർവ്യൂ സമയത്തായിരിക്കും കമ്പനി നിങ്ങളെ അറിയിക്കുക. ക്ലയന്റ് ഇന്റർവ്യൂ ആണ്, കമ്പനിയുടെ ആളുകൾ വന്നിട്ട് ഇന്റർവ്യൂ നടത്തുന്നതാണ്. എല്ലാ വേക്കൻസികളിലേക്കും തന്നെ അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട്. ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന വേക്കൻസികളാണ്. താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. കൂടാതെ CV അയച്ചു തരാൻ മറന്നുപോകരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ്. ഒമാനിലെ അൽത്തമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിരവധി ജോലി ഒഴിവുകളുണ്ട്. ഇതിനു മുന്നേയും നമ്മൾ ഈ ഒരു വേക്കൻസികൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. അൽത്തമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് സൂപ്പർവൈസർ, കേരള കുക്ക്, ഷെൽഫ് ബോയ്, സെയിൽസ്മാൻ, റിസീവർ, ഡാറ്റ എൻട്രി സ്റ്റാഫ്, CCTV ഓപ്പറേറ്റർ, അതേപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. സൂപ്പർവൈസർ, സെയിൽസ്മാൻ എന്നീ പോസ്റ്റുകൾ വെജിറ്റബിൾ സെക്ഷൻ, കൂടാതെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, ഗ്രോസറി ഫുഡ്, ഹൗസ് ഹോൾഡ് ഗാർമെന്റ്സ് എന്നീ സെക്ഷനുകളിലേക്കാണ് ഒഴിവുകളുള്ളത്. ഈ 2 വേക്കൻസികളിലേക്കും GCC എക്സ്പീരിയൻസ് നിർബന്ധമാണ്. സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ GCC എക്സ്പീരിയൻസ് നിർബന്ധമാണ്. കൂടാതെ 36 വയസ്സ് വരെയാണ് ഈ 2 പോസ്റ്റുകളിലേക്കുമുള്ള പ്രായപരിധി. 21 മുതൽ 36 വയസ്സ് വരെ. സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 200 മുതൽ 250 ഒമാൻ റിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക സൂപ്പർവൈസർ പോസ്റ്റിലേക്ക്. സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണെങ്കിൽ 150 ഒമാൻ റിയാൽ മുതൽ 200 ഒമാൻ റിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക. കേരള കുക്ക് പോസ്റ്റിലേക്കാണെങ്കിൽ 21 മുതൽ 45 വയസ്സ് വരെയാണ് പ്രായപരിധി. നിങ്ങൾക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ GCCയിലോ മെസ്സിലോ ഹോട്ടലിലോ കുക്കായിട്ട്, നാടൻ കുക്കായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. രാവിലത്തെ ഭക്ഷണങ്ങൾ, ഉച്ചക്കത്തെ, രാത്രിക്കത്തെ ഭക്ഷണങ്ങളെല്ലാം നമ്മുടെ കേരളീയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കണം. 180 ഒമാൻ റിയാലാണ് സാലറി. ഈ ഒരു പോസ്റ്റിലേക്ക് ഫുഡും റൂമും അവൈലബിൾ ആണ്. ഷെൽഫ് ബോയ് പോസ്റ്റിലേക്കാണെങ്കിൽ 140 ഒമാൻ റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. നിങ്ങൾക്ക് നാട്ടിൽ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലോ ഷെൽഫ് ബോയ് അല്ലെങ്കിൽ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. ഗൾഫ് എക്സ്പീരിയൻസ് ആവശ്യം ഇല്ല. എന്നാൽ ഫുഡ് ഉണ്ടാവില്ല, അക്കോമഡേഷൻ അവൈലബിൾ ആണ്. റിസീവർ, ഡാറ്റ എൻട്രി സ്റ്റാഫ് പോസ്റ്റുകളിലേക്കും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. 150 മുതൽ 200 ഒമാൻ റിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക. നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. GCC എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. പ്രായപരിധി 34 വയസ്സ് വരെയാണ്. CCTV ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് 34 വയസ്സ് വരെയാണ് പ്രായപരിധി. 180 ഒമാൻ റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. GCC അതേപോലെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അതേപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കും 180 ഒമാൻ റിയാലാണ് സാലറി. ഈ ഒരു പോസ്റ്റിലേക്കും സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ്. അതായത് GCC എക്സ്പീരിയൻസ് നിർബന്ധമില്ല, ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. കേരള കുക്ക് എന്ന പോസ്റ്റിലേക്ക് മാത്രമാണ് ഫുഡും റൂമും അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റുള്ള എല്ലാ വേക്കൻസികളിലേക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ്, ഫുഡ് ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കയറി പോകാൻ പറ്റുന്ന ഒരു ചെറിയ എക്സ്പെൻസിൽ എത്രയും പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അൽത്തമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസിയും ഒമാനിലേക്കാണ്. ഈ ഒരു വേക്കൻസി അവിടെയുള്ള ഒരു കഫ്തീരിയയിലേക്കാണ്. കഫ്തീരിയയിലേക്ക് വെയിറ്റർ ആയിട്ട് വേക്കൻസി ഉണ്ട്. 120 ഒമാൻ റിയാലായിരിക്കും സാലറി. ഏകദേശം 28,000 ഇന്ത്യൻ രൂപയുടെ ഉള്ളിലേക്ക് ഉണ്ടാവുക. എന്നാൽ ഫുഡും റൂമും ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 21-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. മാസം നിങ്ങൾക്ക് ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും. 2 വർഷത്തെ വിസയാണ് ഉണ്ടാവുക. ഒരു മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്നവരും മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ. അതായത് നിങ്ങൾ CV അയച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റണം. അങ്ങനെയുള്ളവരെ CVs മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം അത്യാവശ്യമായിട്ടുള്ള ഒരു വേക്കൻസിയാണ്. എത്രയും പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന വേക്കൻസിയാണ്. 21-30 വയസ്സിന് പ്രായപരിധി. 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ലാത്തൊരു വേക്കൻസിയാണ്. മാസത്തിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും. വീക്ക്ലി ലീവ് അല്ല, മന്ത്ലി ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും. 2 വർഷത്തെ പേപ്പറാണ് വരുന്നത്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ.